ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായിനീം അംബ ത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഇന്ന് നമ്മൾ മൂന്നുപേര് മാത്രമേ ഉള്ളൂ. അമോഘും നീയും ഞാനും. ഗീത ചേച്ചി ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുവോ അങ്ങോട്ട് ചെങ്ങന്നൂർക്ക്. അതുപോലെ ഒന്നിട്ട് ഷീബയ്ക്ക് സപ്താഹം ഉണ്ട്. ഷീബയ്ക്ക് അതുകൊണ്ടൊക്കെ ഈ ആഴ്ച മറ്റന്നാൾ വരെ ഉണ്ടത്. മറ്റന്നാൾ കഴിഞ്ഞിട്ട് ഷീബയ്ക്ക് കയറാൻ പറ്റത്തുള്ളൂ. അവരുടെ മാതൃസംഘടനയോ ഏണ്ട അവിടെ അമ്പലത്തില് 9:30 വീട്ടിൽ വരാൻ. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ. അമ്മോക ഇത് 56-ാമത്തെ വായിക്കാമോ അമ്മോകെ? വായിക്കാം സാറേ, വായിക്കാം സാർ. ദുഃഖേഷ്വനുദിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീർമുനിരുച്യതേ. ദുഃഖങ്ങളിൽ അചഞ്ചലമായ മനസ്സോടു കൂടിയവനും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും രാഗഭയക്രോധങ്ങളില്ലാത്തവനുമായ മുനി സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു. ദുഃഖങ്ങൾ പലതാവാം. ആധ്യാത്മികമോ, അതായത് രോഗം മൂലമോ, തന്നിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ, ആദി ഭൗതികമോ, അതായത് അന്യരിൽ നിന്നുള്ള ആപത്ത് മൂലമോ, ആദി ദൈവികമോ, പ്രകൃതികോപം മൂലമോ ആവാം. അവയിലൊന്നിലും മനസ്സ് ഇളകാതിരിക്കുന്നവനും സുഖസാമഗ്രികളിൽ കൊതിയില്ലാത്തവനും രാഗ ഭയ ക്രോധരഹിതനുമത്രേ ജ്ഞാനി. സാധാരണ മനുഷ്യരിൽ നൂറുകണക്കിൽ കാണപ്പെടുന്ന ദുർഗുണങ്ങളിൽ ഒന്നുപോലും സിദ്ധപുരുഷനിൽ ഉണ്ടാവില്ല. എങ്കിലും രാഗം, ഭയം, ക്രോധം ഇങ്ങനെ 3 എണ്ണം മാത്രമേ ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവ വ്യാസഭഗവാൻ വിട്ടുകളഞ്ഞതാണോ എങ്കിൽ ഈ പ്രസ്താവന അപൂർണമായി പരിശോധിച്ചാൽ അല്ലെന്ന് കാണും. ആഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ് ജ്ഞാനിയുടെ മനസ്സിന്റെ പ്രശാന്ത ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആഗ്രഹിക്കുന്ന വസ്തുവിന്റെ നേരെ രാഗം ജനിക്കുക സ്വാഭാവികമാണ്. രാഗം വളരുന്നതോടൊപ്പം ഉള്ളിൽ ഭയം ഉണ്ടാകും. കൊതിക്കുന്ന വസ്തു കിട്ടിയില്ലെങ്കിലോ, കിട്ടിയാലും മറ്റാരെങ്കിലും തട്ടിയെടുത്തെങ്കിലോ എന്നിങ്ങനെ. ഇഷ്ടവസ്തുവിന്റെ നേരെയുള്ള ആഗ്രഹം രാഗമായി വളരുകയും അത് കിട്ടിയില്ലെങ്കിലോ എന്ന ഭയം ഉളവാകുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും അത് തട്ടിയെടുക്കാൻ വന്നാൽ അയാളുടെ നേരെ ക്രോധം ജനിക്കുകയുണ്ടായി. അതായത് രാഗം തന്നെ തടസ്സപ്പെടുമ്പോൾ ക്രോധമായി മാറുന്നു എന്നർത്ഥം. ജ്ഞാനിക്ക് ആഗ്രഹങ്ങൾ തന്നെ ഇല്ല, അതിനാൽ രാഗഭയ ക്രോധങ്ങളും ഉണ്ടാവില്ല. അതെ, നമ്മളിപ്പോ ഇതിനകത്തില് ദുഃഖങ്ങളിൽ അചഞ്ചലമായ മനസ്സോടു കൂടിയവനും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും എന്ന് പറയുമ്പോൾ ദുഃഖങ്ങളിൽ സമചിത്തതയും സുഖങ്ങളിൽ കൂടെ ഫർദറായിട്ട് സുഖം വരണം എന്നുള്ള ആഗ്രഹമില്ലാത്തവനും സമചിത്തവന് ആയ ഒരു വ്യക്തിക്ക് രാഗവും ഭയവും ക്രോധവും ഇല്ലാത്തവനുമായി മതി സ്ഥിതപ്രജ്ഞ എന്ന് പറയപ്പെടുന്നു. അപ്പം നമ്മുടെ ഈ ജീവിതത്തിലെ പറയുന്നില്ലയോ അന്ന് അമ്മ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ 3 ദുഃഖങ്ങളെ കുറിച്ച്? ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം എന്നുള്ള ഇത് ഭാഗവതത്തിൽ പറയുന്ന താപത്രയം. ഭാഗവതത്തിൽ പറയുന്ന ഭാഗവതത്തിലെ ആ ഒരു രീതിയിൽ തന്നെ എവിടെയും പറഞ്ഞിരിക്കുന്നല്ലേ? ബ്രാക്കറ്റിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, രോഗം മൂലം, ആധ്യാത്മികം വെച്ചാൽ രോഗം മൂലം. എന്നിട്ട് ആദി ഭൗതികം മീൻസ് ചുറ്റുപാടുകളിൽ നിന്നോ തന്നിൽ നിന്നോ ആദി ഭൗതികം. ആദി ദൈവികം വെച്ചാല് ആധ്യാത്മികം വെച്ചാൽ രോഗത്തിൽ നിന്നോ തന്നിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ. ആദി ഭൗതികം വെച്ചാൽ അന്യരിൽ നിന്നുള്ള ആപത്ത് മൂലമോ. ആദി ദൈവികം വെച്ചാൽ പ്രകൃതി കോപം മൂലം. പക്ഷെ ഇതുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ വലിയൊരു അതിനെക്കാട്ടില് ഉദിച്ചൻ സ്വാമി പറഞ്ഞ ഒരു മഞ്ജുവിന് അറിയാവോ? ആദി ദൈവികം, ആദി ഭൗതികം, ആദി
ആ 3 ദുഃഖങ്ങൾ എങ്ങനെയാണെന്ന് മഞ്ജു കേട്ടിട്ടുണ്ടോ? കൊച്ചമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, മറന്നുപോയി പുസ്തകം എങ്ങനെയായിരുന്നു. ആധ്യാത്മികം നമ്മുടെ ദുഃഖം 3 തരത്തിലാണ്. ഒന്ന്, ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, നമ്മൾക്ക് ഏത് ദുഃഖമായാലും ഈ 3 കാറ്റഗറിയിൽ പെടും. അത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, റീഡിഫൈൻ ചെയ്യാം. അത് ഉദിച്ചതിന് സമയം പറഞ്ഞതാ. കാരണം ഭാഗവത്തിൽ പറഞ്ഞേക്കുന്ന ഡെഫിനിഷൻ ഈ പറഞ്ഞേക്കുന്ന ബ്രാക്കറ്റിൽ പറഞ്ഞേക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്കത് റിലേഷൻ വരത്തില്ല. അതിന് പകരം ആധ്യാത്മികം വെച്ചാല് എന്റെ ശരീരം കൊണ്ടുള്ള ദുഃഖം. എനിക്ക് താപത്രയം 3 ദുഃഖമാണ്. അതിൽ ഒന്ന്, എന്റെ ശരീരം സംബന്ധമായിട്ടുള്ള എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നു. അത് ശരിയാണല്ലോ. എനിക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ എന്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ദുഃഖങ്ങൾ എനിക്കുണ്ടാവുന്നു. അത് ശരിയാണ്. പിന്നെ ആധ്യാത്മികം, അതാണ് ആധ്യാത്മികം. പിന്നെ ആദി ദൈവികം വെച്ചാൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ ആളുകള് എന്നുവെച്ചാല് ബന്ധുക്കളാകാം, ഫ്രണ്ട്സ് ആകാം, അങ്ങനെയുള്ളവര്. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികള്, അത് ആദി ദൈവികം. പിന്നെ ആദി ഭൗതികം എന്നുവെച്ചാല് ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കള്, ഭൗതികമായിട്ടുള്ള വസ്തുക്കള്, അത് ജോലിയാകാം, വസ്തുവാകാം, എന്റെ പണമാകാം, പൊസിഷൻ ആകാം, ഇതുമായിട്ട്. അപ്പൊ ഈ 3 തരത്തിലേ ഉള്ളൂ എനിക്ക് എന്റെ വിഷമങ്ങള്. ശരിയല്ല? നമ്മളത് ആലോചിച്ച് നോക്കിയാല് എന്റെ ഈ ശരീരം കൊണ്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എന്റെ ബന്ധുക്കളെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുള്ള ദുഃഖം ഉണ്ടാവുന്നുണ്ട്, പിന്നെ വസ്തുക്കളെ കൊണ്ടുള്ള, ഞാനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കള്. അപ്പോഴെനിക്ക് ദുഃഖം. ഈ നമ്മുടെ ഏത് ദുഃഖവും ഈ ഒരു 3 കാറ്റഗറി വരുന്നില്ലേ? അപ്പം ഭാഗവതി പറഞ്ഞേക്കുന്ന രീതി പോവാണെങ്കിൽ നമ്മുടെ ലൈഫിനെ കണക്ട് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. ഈ 3 ദുഃഖങ്ങൾ. പ്രകൃതി കോപം, എല്ലാവർക്കും പ്രകൃതി കോപം മൂലമുള്ള ദുഃഖം ഉണ്ടാവുന്നില്ലല്ലോ. കുറച്ചു പേര് അതിൽ നിന്ന് അതിജീവിക്കുന്നുണ്ട്. കുറച്ചു പേർക്ക്, ഭൂരിഭാഗം പേർക്കും പ്രകൃതി കോപം മൂലം ദുഃഖം ഉണ്ടാവുന്നെങ്കിലും ഇത് ശരിക്കും ഒരു സ്ഥായിയായ ഒരു കാരണമാവുന്നില്ലല്ലോ അത്. ഈ രീതി ചിന്തിക്കുമ്പോൾ എനിക്ക് ഓരോ വ്യക്തിക്കും, ഇവിടെ ഈ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ദുഃഖം, ഏത് ദുഃഖം വന്നാലും ഈ ഒരു 3 കാറ്റഗറിയിൽ, എന്റെ ശരീരം കൊണ്ട്, എന്റെ ബന്ധുക്കളെ കൊണ്ട്, എന്റെ വസ്തുക്കളെ കൊണ്ട്, ഇത് ഏതെങ്കിലും ഒന്ന് ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. അല്ലാതെ ഒരു ദുഃഖം ഇല്ല എനിക്ക്. അസത്യമല്ലേ? അപ്പൊ ഈ ദുഃഖങ്ങളിൽ നിന്ന് കരകയറണം എന്നുണ്ടെങ്കിൽ, അത് താപത്രയത്തിൽ നിന്ന് കരകയറണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ പാരമാർത്ഥിക സത്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ ഉയർത്തി ആ ആത്മസാക്ഷാത്കാരം നീങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ താപത്രയത്തിൽ നിന്ന് കരകയറാം. അതാണ് ഇപ്പൊ ഇത് പറയുന്നത്. സാധാരണ മനുഷ്യരിൽ 100 കണക്കിന് കാണപ്പെടുന്ന ദുർഗുണങ്ങൾ ഒന്നുപോലും സിദ്ധപുരുഷർക്ക് ഉണ്ടാവില്ല. എങ്കിലും രാഗം, ഭയം, ക്രോധം, ഇങ്ങനെ 3 എണ്ണം മാത്രമേ ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം മറ്റുള്ള വ്യാസഭാവം വിട്ടുകളഞ്ഞ ഈ 3 എന്തുകൊണ്ടാ രാഗം, ഭയം, ക്രോധം? ഇതുപോലെ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങള്. ഇപ്പം എന്റെ 3 ദുഃഖങ്ങൾ, അതെന്തുകൊണ്ടാ കാരണം എന്ന് പറഞ്ഞാൽ ഇത് 3 ഉള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതാ പറഞ്ഞ ഈ വ്യാസഭവൻ എത്ര രീതിയിലാണ് നമ്മുടെ 3 ഭാഗവതത്തിലായാലും ഇതിലായാലും ആ 3 തരം ദുഃഖങ്ങൾ. ഈ ദുഃഖത്തിന്റെ കാരണം ഇത് 3: രാഗം, ഭയം, ക്രോധം. എന്നുവെച്ചാൽ ഏതിനോടോ എനിക്കുള്ള രാഗം, ഇഷ്ടങ്ങള്, ആ ഇഷ്ടം നടക്കുവോ എന്നുള്ള ഒരു ഭയം, ഇല്ലയോ? നമുക്ക് എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആകണം, ഇങ്ങനെയൊക്കെ വേണം, ജീവിതത്തിൽ ഇങ്ങനെ വരണം, ഇങ്ങനെയൊക്കെ വന്ന് നടന്നാൽ നല്ലതാ, അങ്ങനെ ആവുമോ ആർക്കറിയാം? ഒരു ഭയമാ. ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭയമാ. അപ്പം നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അതാ രാഗം. ചില അനിഷ്ടങ്ങളുണ്ട്, അത് നടക്കരുത്, അങ്ങനെ രീതി നടക്കരുത്, എന്റെ ഇഷ്ടം ഇതണ്ടേ, ഇങ്ങനെയൊക്കെ നടന്നാൽ നല്ലതായിരിക്കും, ഇങ്ങനെയൊക്കെ അങ്ങ് പോയി ജീവിച്ച് മരിച്ചു പോയാൽ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ, ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് ചില വേസ് ഉണ്ട്, അതെന്റെ രാഗമാണ്, ഇല്ലേ? ഏതായിക്കോട്ടെ, അതെന്റെ രാഗമാണ്. അത് നടക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്, എനിക്ക് ഭയമുണ്ട്, ഫ്യൂച്ചറിൽ വരേണ്ടതാ, ഇങ്ങനെയൊക്കെ ആകണം എന്നുള്ള റിസൾട്ട് വരണം എന്നുള്ള ഒരു ഭയം. ഇത് ഈ നടന്നില്ലെങ്കിലോ, ഇതാരെങ്കിലും എനിക്ക് ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പം രാഗം ഉണ്ടാവുന്നു, ഭയം ഉണ്ടാവുന്നു. പിന്നെ ഒരു വസ്തു ഉണ്ടാവേണ്ടത് ക്രോധമാണ്. നമുക്ക് എപ്പോഴും ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. ഈ നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ആരെങ്കിലും എതിര് നിന്നാലോ എന്തെങ്കിലും, ജീവിതത്തിൽ ഇതാണ്, ഈ 3 രീതിയിലാണ് എന്റെ വികാരങ്ങൾ ഇരിക്കുന്നത്: രാഗവും, ഭയവും, ക്രോധവും. ഈ ക്രോധവും ഈ രാഗവും ഇത് അസൂയൊക്കെ ഇതിനകത്ത് വരും. ബാക്കി എല്ലാ ഇതും ഈ 3 കാറ്റഗറിയിൽ വരും. ഈ ഭയത്തിന്, അസൂയ, എന്നെക്കാട്ടി മറ്റവൻ വലുതാവുമോ, അതൊരു ഭയമാ. മനസ്സിലായില്ലയോ? അപ്പൊ ഈ നമ്മുടെ ഈ ബാക്കി എല്ലാ വികാരങ്ങളും ഈ 3 വരും. ഇത് 3 ജയിച്ചവൻ രാഗത്തിനെയും അതിക്രമിച്ചു, ഭയത്തിനെയും ക്രോധത്തിനെയും അതിക്രമിച്ച ഒരാൾ സമചിത്തനായിരിക്കും.
അതുകൊണ്ടാണ് ഇത് മൂന്നും പറഞ്ഞാൽ മതി, ബാക്കി എല്ലാം ആയി കഴിഞ്ഞ് ഇതിനകത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞല്ല. ഉം. ഉം. അതുകൊണ്ടാണ് ഇതിൽ ബാക്കി എല്ലാം ഒന്നും പറയേണ്ട കാര്യമില്ല, അതെല്ലാം ഇതിനകത്ത് വരുന്നതാ എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ 3 ദുഃഖങ്ങൾ പറഞ്ഞ പോലെ എന്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ടതും എന്റെ ബന്ധുക്കളായിട്ട് ബന്ധും എന്റെ സാധനങ്ങളുമായിട്ട് എന്റെ വസ്തുക്കളുമായിട്ടും ഇതേ ഉള്ളൂ എന്റെ ദുഃഖം. ഇതിന് മൂന്നും കാരണം ഈ രാഗ ഭയ ക്രോധമാണ്. അപ്പം ഇത് മൂന്നും ഈ യോഗി എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്ന് പറയുന്നത് എന്തുവാ? സമചിത്തന് ജീവൻ മുക്തനായ ഒരു ഞാൻ ഇതെല്ലാം പാരമാർത്ഥ സത്യങ്ങളെ അറിഞ്ഞ് സമചിത്ത ആത്മസംയമനത്തിൽ കൂടെ മനഃശുദ്ധി വന്ന ഒരാളെയാണ് ജ്ഞാനിയാവുന്നത്. ആ ജ്ഞാനം പിന്നെ വിജ്ഞാനം. ശരിക്കും ഈ 3 തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ സാറേ, രാഗം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. രാഗമില്ലെങ്കിൽ ഭയം ഉണ്ടാവില്ലല്ലോ ശരിക്കും, അല്ലേ? അതെ, ശരിക്കും രാഗത്തിൽ നിന്നല്ലേ ഭയം, രാഗം ഉണ്ടെങ്കിലല്ലേ ഭയം ഉണ്ടാവുള്ളൂ. ഇത് മൂന്നും വ്യത്യസ്ത വികാരങ്ങളല്ലേ? 3 വ്യത്യസ്ത വികാരങ്ങളാണ്. പക്ഷെ ഇനി മറ്റു ദുർവികാരങ്ങൾ പലതും ഉണ്ടല്ലോ, അതെല്ലാം വ്യത്യസ്ത വികാരങ്ങളല്ലേ? അതെ, ഈ ഒന്നിൽ നിന്നാ ഈ 3 ബാക്കി എല്ലാ വികാരങ്ങളും, അതാ പറഞ്ഞ അസൂയ, ബാക്കി ഇതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള എല്ലാം ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. അങ്ങനെയല്ലേ? അതാ പറഞ്ഞ ഇത് മൂന്നുമാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഇപ്പൊ നമ്മുടെ 3 ദുഃഖങ്ങൾ പറഞ്ഞ പോലെ, ദുഃഖം എന്ന് വെച്ചാൽ എനിക്ക് പലതരത്തിലുള്ള ഏത് ദുഃഖമായാലും ഈ ഒരു കാറ്റഗറിയിൽ വരും അത് എന്ന് പറഞ്ഞ പോലെ. എന്റെ വികാരങ്ങൾ ഈ 3 വ്യത്യസ്ത വികാരങ്ങൾ, ഒന്നീ രാഗം, അല്ലെങ്കിൽ ഭയം, അല്ലെങ്കിൽ ക്രോധം. ഈ രാഗത്തിൽ തന്നെയാണ് വാത്സല്യവും വരുന്നത്, സ്നേഹവും, ഇതൊക്കെ രാഗത്തിൽ വരുന്നതാ. ഒരാളോട് എനിക്ക് സ്നേഹമാണ്, ഈ രാഗത്തിന്റെ ഒരു പൊതു സ്വഭാവം അതാ. ഈ സ്നേഹം, വാത്സല്യം, ഇതൊക്കെ ഇതിനകത്ത് ഈ രാഗത്തിൽ വരുന്നതാ. എനിക്ക് ഇഷ്ടമാണ്, ഒരാളോട് എനിക്ക് സ്നേഹമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അയാളെ ഇഷ്ടമാണ്. രാഗവും സ്നേഹം എന്ന് പറയുന്ന വ്യത്യാസമല്ലേ? എങ്ങനെ എങ്ങനെ വ്യത്യാസപ്പെടുന്നേ? ഇപ്പൊ രാഗവും ക്രോധവും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് നഷ്ടപ്പെടുമ്പോ ആ രാഗം എന്ന് പറയുന്ന അമിതമായിട്ടുള്ള ഒരു ഇതിന് വികാരത്തിനല്ലേ പറയുന്ന രാഗം എന്ന് പറയുന്നത്? അല്ലല്ലേ, നമ്മുടെ വികാരങ്ങളാ ഇതൊന്നും. ഈ രാഗം ഈ നമ്മളെ ഒരു ജ്ഞാനിക്കും ഉണ്ട് ഇതെല്ലാം, പക്ഷെ ഇതിലൊന്നും അഫക്റ്റ് ആവത്തില്ല. ഇത് ഒരു സമചിത്തനായ ഒരു അങ്ങനെ നിർവികാരനാണെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇതിൽ കണ്ടിട്ടുണ്ടല്ലോ, അവിടെ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുമ്പോ ഭഗവാന്റെ മുഖത്ത് വിഷാദമാണ്. മനസ്സിലായില്ലയോ? ഓരോ അധർമ്മങ്ങൾ നടക്കുമ്പോ വിഷാദം വരുന്ന ആ വിഷാദ ഭാവമുണ്ട്, സന്തോഷഭാവമുണ്ട്, കോപം. ഭീഷ്മരുടെ നേരെ ചക്രം എടുത്തിട്ട് നിന്നെ യുദ്ധകളത്തിൽ വെച്ച് മഹാഭാരതത്തിൽ വെച്ച് ദേഷ്യഭാവം. അപ്പം ഈ ഒരു യോഗിക്ക്, ഒരു ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാൾക്ക് ഈ വികാരങ്ങളുണ്ട്, വികാരങ്ങൾ ഇല്ലാത്ത ഒരാളല്ല. പക്ഷെ ഈ 3 ബേസിക് വികാരങ്ങളാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്, ഇതിനടിമയായി പോയാൽ. ഒരു സുഖപദാർത്ഥം ഇതിനകത്ത് ഈ ശിവാനന്ദ ഇതിന്റെ കൊച്ചമോ ശിവാരവിന്ദ മഹാഭാഷ്യത്തിനകത്ത് സുഖപദാർത്ഥം കിട്ടണമെന്നുള്ള കൊതിയാണ് രാഗം. അതെ അതെ, രാഗം എതിനോട്ട് ഒരു സുഖപദാർത്ഥം കിട്ടുന്നത് മാത്രമല്ലല്ലോ രാഗം. എങ്ങനെയോ ആകാമല്ലോ അത് മാത്രമാണോ രാഗം? രാഗം എന്ന് പറഞ്ഞ ഒരു പൊതു വികാരത്തിനെ കാണിച്ചിരിക്കുക. ഭയം എന്ന് പറഞ്ഞ ഒരു പൊതു വികാരം എന്ന ആശങ്കയാണ് ഭയം. അതാ നമ്മൾക്ക് ഏതിനും ഒരു ആശങ്കയുണ്ട്. ആശങ്ക ഏത് കാര്യത്തിലും ആശങ്കയുണ്ടല്ലോ. ആ ആശങ്ക അതാണ് എന്നെ നടക്കുവോ നടക്കത്തില്ലയോ, ഒരു ഭയമാണ്, ഒരു ഭയരൂപത്തില. അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കണം എന്ന് പറയാം. അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് പറയത്തില്ലേ ഉസ്മ? അപ്പം അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മള് ബാക്കിയുള്ളവരായിട്ട് സ്നേഹിക്കാൻ പാടില്ല എന്നല്ല. അതിന്റെ എന്തെന്ന് പറയുന്നത്, നമ്മളെ മനസ്സിനെ കെട്ടിയിടാൻ പാടില്ല എന്നുള്ള ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. നമ്മളെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സ്നേഹം എന്ന് പറയുന്നത് ഈ വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കാനുള്ളതാ. അപ്പൊ ഇത് വെച്ചിട്ട് കർമ്മം ചെയ്യാനുള്ളതല്ല. ഈ വികാരങ്ങളെല്ലാം എനിക്ക് പ്രകടിപ്പിക്കാം, ഇത് വെച്ചിട്ടല്ല എന്റെ കർമ്മം ചെയ്യേണ്ടത്.
അല്ലാതെ അല്ല സാറേ, എല്ലാത്തരം വികാരങ്ങളും ഈ 3 കാറ്റഗറിയിൽ വരുന്നതാണ്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ഒരു ചെറിയ സംശയം സാറേ. അല്ല, ശരിക്കും കാരണം ആലോചിച്ച് നോക്ക്. ശരിക്കും അത് ആലോചിച്ച് നോക്ക്, അത് വേറെ പറ്റും. ഇപ്പൊ ഏതാണ് സാറ് പറഞ്ഞ വരാത്തത്? പോലെ ഈ അറ്റാച്ച്മെന്റിന്റെ വേറെ പല പല ഫോംസ് ആണ് നമ്മൾ ഈ പല പേരിൽ വിളിക്കുന്നത്. ഇപ്പൊ സ്നേഹമായാലും പ്രണയമായാലും അങ്ങനെ പല ഇതായാലും അതെല്ലാം അറ്റാച്ച്മെന്റിൽ വരും. അതെ, പിന്നെ ഈ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞത് ഭയം എന്നുള്ളത് രാഗമാണ്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞത് രാഗമാണ്, അട്രാക്ഷൻ. രാഗമാണ്. പിന്നെ ഈ ക്രോധത്തെ ഈ അസൂയ അങ്ങനെ ആ രീതിയിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് അങ്ങനെ വരും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതെ, അതിന് അതാ പറയുന്നത്. സോഴ്സ് സാറ് എവിടുന്നാ സാറേ അത് ഈ ഏത് ഗ്രന്ഥത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയത്? സ്വാമിജിയുടെ പ്രഭാഷണത്തിൽ നിന്ന് കിട്ടിയതാ. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം അതെ. ഓ, 3 ശരി. കാറ്റഗറി ജനറലൈസേഷൻ ചെയ്യുക. നമുക്ക് ഓരോ ഫൈനായിട്ട് ഓരോന്നിനെ എടുക്കാം. പക്ഷെ ഏതെടുത്താലും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വരും. ചിന്തിച്ചു നോക്കാം. നമുക്ക് അല്ല, ഓരോന്ന് ശരിക്കും ഈ നെഗറ്റീവ് ചിന്തിച്ചു നോക്കണം. ഇമോഷൻസിനെ പറ്റി അല്ല, നെഗറ്റീവ് അല്ല, ഇമോഷൻസിനെ പറ്റി പറയുമ്പോൾ മറ്റേ ഷഡ്രിപുക്കളുടെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ സാറേ. മറ്റേ കാമം, ക്രോധം, ലോഭം, ഈ ഷഡ്രിപുക്കളുടെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഷഡ്രിപുക്കളുടെ 6 ശത്രുക്കളുടെ ഷഡ്രിപുക്കളുടെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കാമമാണ് ഏറ്റവും എല്ലാത്തിന്റെയും കാമത്തിന്റെ ഡെറിവേറ്റീവ്സ് ആണ് മറ്റെല്ലാം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമം ഉണ്ടായെങ്കിൽ അവിടെ ക്രോധം ഉണ്ടാവുള്ളൂ. മനസ്സിലായി. അങ്ങനെ അതിൽ നിന്നാണ് ആ ഒരു കോൺസെപ്റ്റ് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. ഓരോന്ന് ഒന്നാണ് ഇങ്ങനെ അതിന്റെ മേപ്പോട്ട് പോകുന്നു. ഇതല്ല 3 ടൈപ്പ്. അത് വികാരങ്ങളെ അല്ല, അത് എന്റെ കർമ്മവാസനകളിൽ വരുന്ന എഫക്റ്റുകളാ. ഇത് വികാരങ്ങളാ. കാമം, അതിന് ലോഭം കൂടുതൽ കിട്ടണം. ലോഭം കൂടുതൽ കിട്ടണം. എനിക്ക് ഇത് കിട്ടി, അത് പോരാ, ഇനിയും കിട്ടണം, അത് ലോഭമാവുന്നു ഇല്ലേ? കൂടുതൽ കിട്ടണം. അപ്പം ഓരോരോ സ്റ്റെപ്പ് ഡിഗ്രിയാണ്. അതിന്റെ ഡിഗ്രി പറയുവാണ് അങ്ങോട്ട്. പിന്നെ മത്സരിക്കും, അയാളെ കട്ടിൽ എനിക്കുണ്ടാവണം. ഇങ്ങനെ ഈ രീതിയിൽ. ഇതങ്ങനല്ല. ഇത് എന്റെ വികാരങ്ങൾ 3 രീതിയിൽ നിൽക്കുന്നു. എന്നുവെച്ചാൽ രാഗം, ഭയം, ക്രോധം. ഏത് വികാരങ്ങളും ഇതിന്റെ ഡിവിഷൻസ് ആയിട്ട് വരും. ഓരോന്നിന്റെയും ഡിവിഷൻസ് ആയിട്ട് വരും. ഭയത്തിന്റെയും ക്രോധത്തിന്റെയും ആ രീതിയിൽ നമ്മൾ കാണണം. ഇപ്പൊ ദുഃഖം എന്ന് പറയുന്നു, നമുക്ക് എത്രയോ തരം ദുഃഖങ്ങളുണ്ട്. ഇത് നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ ഏത് ദുഃഖമായിട്ട് നമ്മൾ പല തരത്തിലുള്ള ദുഃഖം നോക്കണം. അത് ഈ കാറ്റഗറിയിലാണോ വരുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മളെന്ത് ശരിക്കും ചിന്തിക്കണം. എന്നിട്ട് നമുക്ക് ശരിയാകും. വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക്. അതെ സാറേ, മറ്റേ അടുത്ത വരുന്ന ശ്ലോകത്തിലുണ്ടല്ലോ സാറേ, മറ്റേ പതനക്രമം സംഘാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ. അപ്പൊ അതും ഇതുമായിട്ടൊന്ന് കമ്പനി മിക്സപ്പ് ആയത് അങ്ങനെ പറഞ്ഞത് മനസ്സിലായി സാർ? മനസ്സിലായി. മറ്റേത് അതിന്റെ സ്റ്റെപ്പുകൾ പറയുക. സ്റ്റെപ്പുകൾ പറയാ. അല്ല, അതിനകത്ത് പറയുന്നുണ്ടല്ലോ എല്ലാത്തിനും കാരണം ഈ കാമമാണ്. അപ്പൊ ഈ കാമവും അറ്റാച്ച്മെന്റും തമ്മിലൊരു. അതെ, കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റാച്ച്മെന്റ് ഡിഫറെന്റ് ആണെന്നുള്ളത്. അതെ, കാമം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ വാസനയാണ്. വാസനയാണ് അതിന്റെ ഒറിജിൻ. ഇവിടെ ആഗ്രഹങ്ങൾ വെടിഞ്ഞ ആളാണ് ഞാൻ എന്നല്ലേ പറയുന്നത് സാറേ? അപ്പൊ ഈ ആഗ്രഹങ്ങളല്ലേ കാമം? അതെ. അല്ല, ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളുടെ വേറെ പേരെ കാമം എന്ന്. ആഗ്രഹം അല്ലെങ്കിൽ കാമം. ഈ ആഗ്രഹങ്ങൾ വരുന്ന എവിടുന്ന? ഇതിന്റെ ഒറിജിൻ വാസനയാ, കർമ്മഫലവാ. അതിന്റെ ഒറിജിൻ. പക്ഷെ ആദ്യം ആ കർമ്മഫലത്തിൽ ആദ്യം വരുന്നത് ആഗ്രഹമാണ്, കാമമാണ്. അപ്പം ഈ ആ കാമം അതെന്റെ വാസനയുടെ പറയും. എന്റെ വികാരങ്ങളുണ്ടല്ലോ, എന്റെ വികാരങ്ങൾ അത് ഒന്ന് രാഗം, ഒന്നീ ഭയം അല്ലെങ്കിൽ ക്രോധം. ഇതില് ഇത് മാത്രമല്ല, എത്രയോ വികാരങ്ങളുണ്ട് എനിക്ക്. അസൂയുണ്ട്, വാത്സല്യമുണ്ട്. പിന്നെന്തുകൊണ്ട് എനിക്ക് അസൂയ, വാത്സല്യം? പിന്നെന്താ? നമുക്ക് നമ്മുടെ വികാരങ്ങളെ കുറിച്ച് പറയാം. കരുണ. ഇതൊക്കെ രാഗത്തിൽ നിന്ന് വരുന്ന. അതാ നമുക്ക് ഈ വികാരങ്ങൾ നോക്കിയാൽ ഓരോന്നിന്റെ അടിയിലോട്ട് കൊണ്ടുവരാം. ഒരാളോട് എനിക്ക് കരുണ പറഞ്ഞാൽ അയാളോട് വെറുപ്പല്ല, രാഗമുള്ളതുകൊണ്ടാ എനിക്ക് കരുണ വരുന്നേ. എന്റെ വിരോധിയോട് എനിക്ക് കരുണ വരുവോ? എന്റെ ശത്രുവിനോട് കരുണ വരുവോ? സാറേ, ഇവിടെ ആ ശ്ലോകത്തില് സംഘാത് സഞ്ജായതേ കാമഃ എന്നല്ലേ പറയുന്നത്? സംഘം മൂലമാണ്. സംഘം എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യവഹാരം എന്നല്ലേ അർത്ഥം? അറ്റാച്ച്മെന്റ്. സംഘം എന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ്. രാഗം അറ്റാച്ച്മെന്റ് തന്നെയല്ലേ? രാഗവും രാഗം ദ്വേഷം അറ്റാച്ച്മെന്റും അവേർഷനും അല്ലേ? ഈ രാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അത് പറയുന്നത് അതിന്റെ നാശം എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പുകൾ പറയുന്നു. ഈ രാഗത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ എന്റെ വികാരങ്ങളിൽ 3 തരത്തിലുള്ള ജനറലായിട്ട് 3 വികാരങ്ങൾ ഏതും ഇതിൽ വരും. അല്ല, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായത് അവിടെ പറയുന്നില്ലേ സംഘാത് സഞ്ജായതേ കാമഃ. അപ്പൊ സംഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഗമല്ലേ? അപ്പൊ അതിൽ നിന്നല്ല എല്ലാം ഉണ്ടാവുന്നതെന്ന് ഞാൻ ചോദിച്ചു. എനിക്കൊരു ഒന്നിനോട് രാഗമുള്ളപ്പോഴാണല്ലോ ഞാൻ സംഘം ചെയ്യുന്നത്, അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പം
ഓക്കെ അപ്പൊ ഓക്കെ അല്ല, ആ ഓക്കെ സ്റ്റെപ്പ് പറയുന്ന പോലാണ് മുമ്പേ പറഞ്ഞ ഷഡ് രിപുകള്. ആ രിപു എന്ന് വെച്ചാല് അതിന്റെ ഓരോ കാരണം, അത് വികാരമല്ല. അതെ 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 ഇതിന്റെ ബേസിക് ഫൗണ്ടേഷൻ പറയുക. ദുഃഖങ്ങളെ നോക്കുമ്പോൾ ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം. നമ്മുടെ വികാരം എന്നെ നശിപ്പിക്കുന്ന ഈ 3 ദുഃഖങ്ങൾക്കും കാരണമായത് ബേസിക് ആയിട്ടുള്ള ഈ 3 രാഗ ഭയ ക്രോധമാണ്. അതുകൊണ്ടാണ് വീതരാഗ ഭയക്രോധ. വീതരാഗ ഭയക്രോധത്തിനെ അതിജീവിച്ചവൻ. ഈ ഷഡ്രിപുക്കൾ പറയുന്ന വികാരങ്ങൾ തന്നെയല്ലേ? ക്രോധം, ലോഭം, മോഹം, അതെല്ലാം ലോഭം ഒരു വികാരമല്ലല്ലോ. ഒരു കാമത്തിന്റെ അടുത്ത ഡിഗ്രിയാണ്. എനിക്ക് ഇത്രയും കിട്ടണം, കൂടുതൽ കിട്ടണം. ഒരു വികാരമല്ലേ? വികാരം വെച്ചാൽ എനിക്ക് മറ്റൊരാളെക്കാട്ടിൽ കൂടുതൽ കിട്ടണം. അടുത്ത സ്റ്റെപ്പ് അതിന്റെ ഡിഗ്രിയാണ്. അത് വികാരം തന്നെയല്ലേ? അതിന്റെ ഡിഗ്രി അല്ലേ ഡിഗ്രി എന്ന് നമ്മൾ പറയുന്നെങ്കിലും അതെ. ബേസിക് ആയിട്ട് നോക്കുമ്പോ എന്താ വികാരങ്ങൾ തന്നെയല്ലേ സാറേ? വികാരങ്ങളാ. അത് ഈ രാഗത്തിന്റെ അടിയിൽ വരുന്നതല്ലേ ഇത്? അതെ 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 അങ്ങനെയല്ല. പക്ഷെ അത് വികാരങ്ങളല്ല എന്ന് സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത് വികാരങ്ങളൊന്നുമല്ല. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഓരോന്നിന്റെ പുറയിൽ ഡിഫൈൻ കാറ്റഗറി വികാരങ്ങളുണ്ട്. ഭയത്തിന്റെ അടിയിലും പലതരത്തിലുള്ള ഭയമുണ്ട്. എല്ലാം ഭയത്തിലാ വരുന്നത്. ഈ ദേഷ്യത്തിലും പല രീതിയിലുള്ള ദേഷ്യമുണ്ട്. നമ്മളൊരു കൊച്ചു കുഞ്ഞിനോട് കാണിക്കുന്ന ദേഷ്യം ശരിക്കും ദേഷ്യമാണോ? അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ദേഷ്യം അഭിനയിക്കുന്നു. അല്ല അത് ഓക്കെ സാറേ. ഇത് ഈ രാഗത്തിൽ വരുന്ന സ്റ്റെപ്പുകളാണ് നമുക്ക് പറഞ്ഞത്. ഈ രാഗത്തിന് തന്നെ പല ഫൈൻ സ്റ്റെപ്പ് ഡിവിഷൻസ് ഉണ്ട്. എല്ലാ വികാരങ്ങളും ഈ 3 അണ്ടറിൽ, ഈ 3 കാറ്റഗറിയിൽ വരും. വേറെന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. നമുക്ക് ചിന്തിക്കണം തീർച്ചയായും. ഇത് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് ഉദിച്ചതിന് സ്വാമിയുടെ ഇതിൽ നിന്നാണ്. ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും നോക്കിയിട്ടില്ല. ഏതെങ്കിലും അപ്പൊ ഈ അമോഘ് പറഞ്ഞതെല്ലാം ഈ രാഗത്തിന്റെ അണ്ടറിൽ വരുന്നതാ. മാത്സര്യവും ഒക്കെ എനിക്കൊന്നിനോട് അറ്റാച്ച്മെന്റ് ആവുന്ന എന്തുകൊണ്ടാ? രാഗം കൊണ്ടാ. അതിന്റെ ഡിഗ്രികൾ കൂടുക. അപ്പോഴാണത് മാത്സര്യമായിട്ട് മാറുന്നത്. അതൊരു വേറൊരു വികാരമല്ല. ഇതിന്റെ അണ്ടറിൽ വരുന്ന ഒരു വികാരത്തിൽ നിന്നുള്ള ഡിഗ്രിയാണ് എന്റെ. അതുപോലെ ഭയം പലതരത്തിൽ ഭയം വരാം. എന്റെ ഓരോ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള, എനിക്കൊരു പുലി അടിക്കുമോ, എന്നെ അടിച്ചു കൊല്ലാൻ വരുമോ എന്നുള്ള ഭയം. പലതരത്തിലുള്ള ഭയം ഉണ്ടല്ലോ. ഭയം ഒരു രീതിയിലല്ലല്ലോ, എങ്ങനെയും ഭയം വരാം. നാളെ എനിക്ക് ഈ അനുഭവം വരുമോ, മറ്റേയാളുടെ കൂട്ടുള്ള അനുഭവം വരുമോ എന്ന് എനിക്കൊരു പേടി. അപ്പം ഈ ഭയം അതാ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ 3 വികാരങ്ങളാണ് എന്നെ നാശത്തിലോട്ട് നയിക്കുന്നത്, എന്നെ ദുരിതത്തിലോട്ട് നയിക്കുന്നത്. രാഗം, ഭയം, ക്രോധം. അപ്പം ഈ ജ്ഞാനി ഇതിനെയൊക്കെ അതിജീവിച്ച ഒരാൾ, ഈ ആത്മസംയമനം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് 3നെയും അതാ പറഞ്ഞേ, സമചിത്തമായിട്ടുള്ള ഒരു ആള് ഈ രാഗത്തിനും ഭയത്തിനും ക്രോധത്തിനും അടിമയായിരിക്കത്തില്ല. എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് രാഗമില്ല, ഭയമില്ല, ക്രോധമില്ലെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതിന് കുലുങ്ങി കിടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വിചാരിച്ചോണം, ഈ സമചിത്തനായിട്ടുള്ള ഒരാൾക്ക് ഇത് രാഗവും ഇല്ല, ഭയവും ഇല്ല, ക്രോധവും ഇല്ല അങ്ങനെ വിചാരിക്കരുത്. ഈ വികാരങ്ങളെല്ലാരും ഒരു മനുഷ്യന്റെ ജീവിതം ആണെങ്കിൽ ഈ വികാരങ്ങൾ ഉള്ളത് ഒരാളാണ് നോർമൽ മനുഷ്യൻ. ആ നോർമൽ മനുഷ്യനാണ് ആ വികാരങ്ങളെല്ലാം ഉള്ളത്. പക്ഷേ നമ്മൾ ഈ മനുഷ്യത്വത്തിൽ നിന്നും ഈശ്വരീയതയിലോട്ട് മാറുമ്പോഴേ നമ്മൾ ഇതിനെയെല്ലാം ബാലൻസ് ചെയ്യണം. ഈ ബാലൻസ് ചെയ്താലാണ് ഈശ്വരീയത്വം, സമചിത്തത. ഇതിനെ എല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എനിക്ക് രാഗമില്ല, ഭയമില്ല, ക്രോധമില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഇതിനെല്ലാം അതിന് പറയാം, സുഖം വരുമ്പോ മേപ്പോട്ട് പോകും, ദുഃഖം വരുമ്പോ താപ്പോട്ട് പോകും, ഈ രാഗം വരുമ്പോ എനിക്ക് മേപ്പോട്ട് പോകും. ഈ രാഗം ആ സ്റ്റേജിൽ തന്നെ. അതുപോലെ ഇന്ദ്രിയ സുഖങ്ങളുണ്ട്. ഇന്ദ്രിയ സുഖം, ആ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം ഇപ്പൊ ഞാൻ പറയാം. അതിനെ എങ്ങനെ സംയമനം ചെയ്യുന്നത്? ഇന്ദ്രിയ സുഖങ്ങളെ നമ്മൾ എങ്ങനെ ഇന്ദ്രിയ സുഖങ്ങൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ആഹാരത്തിന്റെ കാര്യം പറയാം. ആഹാരം തന്നെ എനിക്ക് ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. നമുക്ക് ഈ രുചികൾ നോക്കുമ്പോൾ എല്ലാ രുചികളും എനിക്ക് ഇഷ്ടമാണെന്നും അല്ല. എനിക്ക് ചിലതിനോട് എനിക്ക് ഇഷ്ടമില്ല, ചിലതിനോട് എനിക്ക് ഇഷ്ടം കൂടുതലുണ്ട്, ചിലതിനോട് വെറുപ്പ് ഇല്ലയോ. പക്ഷെ നമ്മൾ ഈ എത്ര തരം രുചികളുണ്ടോ എല്ലാത്തിനെയും ആ രുചിയായിട്ട് കാണുന്നു. എന്റെ ഇഷ്ടം രുചി എന്ന് പറഞ്ഞ നാവിന് എല്ലാ രുചികളും എന്റെ നാക്കിൽ ഒക്കും. പക്ഷെ എനിക്ക് ചിലതിനോട് ആസക്തി ഉണ്ടാണ്ട് അത് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ എല്ലാത്തിനെയും ഒരേപോലെ കണ്ടാൽ എല്ലാത്തിനെയും ഞാൻ രുചിക്കും, ഒരേ മനോഭാവത്തിൽ.
ഇതേപോലാണ് കേൾവി, ഇതേപോലാണ് മണം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് മണം ഇഷ്ടം, ഭയങ്കര നല്ല നല്ല സുഗന്ധങ്ങൾ ഇഷ്ടമാണ്, ദുർഗന്ധം ഇഷ്ടമല്ല. നമ്മൾ എവിടെയെങ്കിലും പബ്ലിക് പ്ലേസ് പോകുമ്പോൾ അയ്യോ എനിക്ക് സഹിക്കാൻ, ചിലർക്ക് അത് സഹിക്കാൻ ഒക്കത്തില്ല. അവിടുന്ന് അതൊരു വലിയൊരു അവർക്ക് ഒക്കത്തില്ല. അതാ പറഞ്ഞേ, ഇത് സുഗന്ധമായാലും ദുർഗന്ധമായാലും അതൊരു ഗന്ധമാണ്. ആ രീതിയിൽ കണ്ട് നമ്മൾ അതിനെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നു. ഇതുപോലെ ഓരോ ഇന്ദ്രിയ സുഖങ്ങളും ഇത് ഇങ്ങനെയാണ് ആത്മസംയമനം എന്ന് വിചാരിച്ചോണ്ട് ഈ സുഗന്ധം അറിയുന്നില്ല ദുർഗന്ധം അറിയുന്നില്ല എന്നുള്ളതല്ല അതിന്റെ. ഞാനിക്ക് സുഗന്ധവും ഇല്ല ദുർഗന്ധവും ഇല്ലെന്നുള്ളതാണോ അതിൻ്റെ? അല്ല. ഞാനിക്ക് മധുരവും അറിയുന്നില്ല കയ്പും അറിയുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഇതെല്ലാം വർക്കാവും, പക്ഷേ ഇതിനെല്ലാം ബാലൻസ്ഡ് ആയിട്ടായിരിക്കും. ഇതിൽ ഒന്നിലും ഈ ആസക്തി വരുന്നില്ല. ദാറ്റ് ഈസ് ഒന്നിനോടും അറ്റാച്ച്മെന്റ്. ഇപ്പം നല്ല അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മള് ആർക്കും അത് സഹിക്കാൻ പറ്റാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല അനുഭവങ്ങളും നല്ല സുഖങ്ങളും ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. പക്ഷെ ദുഃഖങ്ങളും ഇപ്പം നമ്മുടെ ശരീരത്തിനാണെങ്കിലും വേദനകളും അല്ലെങ്കിൽ മനസ്സിനാണെങ്കിലും ദുഃഖങ്ങളും ഒക്കെ വരുമ്പം അത് സഹിക്കാൻ പറ്റുന്ന ഒരു കഴിവാണോ നമ്മളെ സ്ഥിതപ്രജ്ഞൻ സഹിക്കാൻ പറ്റണം? ആ കഴിവ് നമ്മൾ പെട്ടെന്ന് നമ്മളതിൽ പറഞ്ഞ നമ്മൾ ഈ സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഈ എല്ലാം നമ്മൾ ഈ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് മാത്രമല്ല, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന പോലുള്ള ആധ്യാത്മിക സാധനങ്ങൾ എല്ലാ രീതിയിലും. കാരണം എനിക്ക് ഏതിലൊക്കെ ഇന്ദ്രിയ സംയമനമുണ്ട്, മനസ്സംയമനമുണ്ട്, ശമം ദമം ഇങ്ങനെയൊക്കെ ഇല്ലയോ, എല്ലാത്തിലും ഞാൻ ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേ അങ്ങനെ ചെയ്ത യോഗികളല്ലേ രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയൊക്കെ. അവർക്ക് ക്യാൻസർ വന്നപ്പോ പെയിൻ ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ നമ്മൾ ആ ശരീരബുദ്ധി മനസ്സ് മാറി ഞാൻ ഈശ്വരനിൽ അതിൽ ഉറച്ചിക്കുമ്പോഴേ ഈ ശരീരത്തിന്റെ അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ പക്ഷെ ഇപ്പോഴൊക്കത്തില്ല. നമ്മൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്താൽ, ഇതേപോലെ സീരിയസ് ആയിട്ട് ട്രൂ ആയിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോയാൽ നമുക്കും ആ യോഗി ആ രമണ മഹർഷിയുടെ സ്ഥാനം ഉണ്ടാക്കാം. അല്ലാതെ ആർക്കോ ചിലർക്ക് നമ്മളുടെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഇതൊക്കെ ഇതൊക്കെ അറിയുന്നോണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സഹിക്കാനുള്ളതും ക്ഷമിക്കാനുള്ളതും ഒക്കെ ഉള്ള ഒരു മനസ്സ് വരും. വെറും സഹിക്കാനും ക്ഷമിക്കാനും മാത്രമല്ല, അങ്ങനാണെങ്കിൽ നമുക്ക് വേറെ പേഴ്സണൽ ഡെവലപ്മെന്റ് നോക്കിയാലും മതി. പേഴ്സണൽ ഡെവലപ്മെന്റിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ദേഷ്യം വരുമ്പോൾ ഒരു ബാത്റൂമിൽ കയറി ഇങ്ങനെ എന്നൊക്കെ ആക്ക്, അങ്ങനെ നിങ്ങളുടെ ദേഷ്യം മാറും. ഇത് അങ്ങനല്ല. ഇത് പാരമാർത്ഥിക സത്യങ്ങളെ മനസ്സിലാക്കിയാണ് നമ്മൾ മാറുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാതെ കുറച്ച് ഇത് വേറെ ഏതോ ആക്ഷൻ കാണിച്ചിട്ട് നമ്മുടെ ദേഷ്യം മാറുകയല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ സത്യങ്ങളെ തിരിച്ചറിയുമ്പോഴുള്ള ആ ഒരു പരിശീലനമാണ്. മറ്റേത് അങ്ങനല്ല. നമ്മൾ മെക്കാനിക്കലായിട്ട് ഏതോ കാണിച്ചത് മാറുക, അത് പിന്നെയും വരും, പിന്നെയും അങ്ങനെ പോയി കാണിക്കണം. ഇങ്ങനെയൊക്കെ നമ്മളെ പാരമാർത്ഥ സത്യങ്ങളെ തിരിച്ച് ഇതാണ് നമ്മൾ ഇതിനെ നമ്മൾ ആലോചിച്ച് നോക്കി. ഈ ഗീതയൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു കോമൺ സെൻസിൽ ഇങ്ങനെ പോകുന്നല്ലാതെ ഇങ്ങനെയുള്ള സത്യങ്ങൾ ഉണ്ടെന്ന് നേരത്തെ എനിക്കറിയത്തില്ലായിരുന്നല്ലോ. എനിക്ക് 50 വയസ്സായി എന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം, ഞാൻ ഇതെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം, എനിക്ക് ഈ സത്യങ്ങൾ അറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഇതിലേക്കൂടാണ് ഇതിനെ മനസ്സിലാക്കി വരുമ്പോ അതിന്റെ അനുഭവം എനിക്കുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്കുള്ള രീതി, അറിയാതിരുന്നപ്പോൾ ഉള്ള രീതിയും അറിഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴും എനിക്ക് അതിനൊരു വ്യത്യാസം എനിക്ക് അനുഭവത്തിൽ അറിയാവുന്നു. എന്റെ അനുഭവമാണല്ലോ ഗുരു. നമ്മുടെ അനുഭവം തന്നെ നമ്മുടെ ഗുരുവായിട്ട് മാറുന്നത്. അതുകൊണ്ടല്ലേ ഇതിനകത്തില്, അല്ലെങ്കിൽ ഈ പറയുന്ന സത്യം അല്ലെങ്കിൽ ഞാൻ വേറെ എത്രയെല്ലാം ബുക്ക് വായിച്ചിരിക്കുന്നു, ആ ബുക്കിനെ വെച്ച് നമ്മൾ സംസാരിക്കുവാന്നോ? എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന്, നമുക്ക് അനുഭവം എന്ന് പറയുന്നത് ഇതൊക്കെ അറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ, അതാ ഞാൻ പറഞ്ഞത്, കുറച്ചൊക്കെ നമുക്ക് ടോളറൻസ് ലെവലേ, നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ കുറെ വികാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ആദ്യം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ഇപ്പൊ എത്രയോ പേർക്ക് ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരും പറഞ്ഞു നമ്മൾ തന്നെ ആ വ്യത്യാസങ്ങൾ ഉണ്ട്. നമ്മളെന്തോ പരിശീലിച്ചു അത്രത്തോളം പരിശീലിച്ചില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടാലും ജീവിതം നമ്മുടെ തലങ്ങൾ ഉയരുക, നമ്മുടെ മനസ്സിന്റെ തല ഉയരുക. നമ്മുടെ ഭൗതിക നിലയല്ല ഉയരുന്നേ, നമ്മുടെ മാനസിക നില ഉയരുക.
അതെ അതെ, വെളിയിലുള്ള ആൾക്ക് അത് അറിയാൻ പറ്റത്തില്ല, അറിയാൻ നമുക്കേ അറിയാൻ പറ്റത്തില്ല. പറ്റത്തുള്ളൂ. അതറിയാൻ പറ്റും. നമ്മൾക്ക് ആർക്കും കണ്ടാൽ പറയാൻ പറ്റത്തില്ല. ഈ ഒരു സിദ്ധപ്രജ്ഞനെ ഇല്ല. കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാൻ ഇങ്ങനെ സിദ്ധപ്രജ്ഞനാണോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ. അതിൽ പറഞ്ഞേ ഓരോരുത്തരും നമ്മള് ഇതിനെ ഈ പറയുന്നതിനെ എല്ലാം നമ്മളെ വെറുതെ ഒരു ഇതല്ലാതെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾക്ക് നേരത്തെ ഒരു ശ്ലോകത്തില് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞല്ലോ, ഇത് വെസ്റ്റേൺ പീപ്പിളിന്റെ ഒക്കെ ഒരു ചിലർക്ക് കിട്ടുന്ന ഒരു അപൂർവ സിദ്ധിയാണെന്ന്. ഇത് സിദ്ധി എനിക്ക് ഉണ്ടാക്കിയെടുക്കാം, ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് അതുപോലെ വരാം, അല്ലാതെ ചിലർക്ക് മാത്രമുള്ളതല്ല. അപ്പൊ ഞാൻ പറയുന്നത് നമുക്കൊക്കെ എന്തുകൊണ്ടാ ഈ ജന്മന എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഏതോ നമ്മളിലെ ഉണ്ട്, അതുകൊണ്ടായി പിരിന്ന് ഭഗവത്ഗീത കേൾക്കാൻ നമ്മൾ സംസാരിക്കാൻ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പ്രാക്ടീസ് കൂട്ടി എനിക്ക് ഇതെല്ലാം എത്രയോ പേര് ഇതിനോട് ഈ ചിന്മയാനന്ദ സ്വാമിയുടെ എക്സാമ്പിൾ നമുക്കറിയാമല്ലോ. എത്രയോ പേരുടെ നമ്മൾ അവരുടെ ജീവിത ചരിത്രത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഈശ്വരീയത്വം നമ്മളിലുണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്തവരാ അവരൊക്കെ. അപ്പം ഇതുപോലെ നമുക്ക് അതും അതിൽ പറഞ്ഞേ ഇപ്പൊ നമുക്ക് തോന്നുമില്ലേ IAS കിട്ടുന്നു അല്ലെങ്കിൽ ഓരോ നമുക്ക് നമുക്കൊരു ധാരണ ഉണ്ട്, നമ്മളൊരു പരിമിതനാണ്, ലിമിറ്റഡ് ഒരു ആണെന്നുള്ളൊരു തോന്നലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളിൽ എത്രയോ ഇമ്പൻസ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിനെ ഈ ഗീതയാണ് അതിനെ അനാവരണം ചെയ്ത് കാണിക്കുന്നത്. ഇത് നമ്മളിലുള്ള വീക്ക്നെസ്സിനെ നമ്മളുടെ വീക്ക്നെസ് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റും. ഒരു മനുഷ്യനായേ ഒക്കത്തുള്ള, ഒരു മൃഗത്തിന് അത് ഒക്കത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മളെ ഇത് നമ്മൾ ഓരോ ഇത് നോക്കും, നമ്മളെ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ഇല്ലയോ നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോഴേ തന്നെ. അപ്പം ക്ലാരിറ്റി കൂടി വരും. അതെ അതെ, നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് അത് ഓരോരുത്തർ മനസ്സിലുള്ള നമ്മുടെ അത് തിങ്കിങ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേ അതിന്റെ ഒരു നെക്സ്റ്റ് നമുക്ക് ഒരു ഉറക്കിയാ ചെയ്യുന്നത്. ശരി, നമുക്ക് ഇന്നേ സമയമാവുന്നു. നാളെ കേൾക്കാം. നാളെ കേൾക്കാം. ശരി.